ഇതിനൊക്കെ അഭിപ്രായവും അവകാശം പറയാൻ നിനക്കൊക്കെ എന്ത് അവകാശമാണ് ആ പരട്ട സംഖ്യയുള്ളത്? മൊച്ച സംഖ്യകളെ നിങ്ങളോട് ചോദിച്ചു നോക്കട്ടെ, നിങ്ങൾ ആരാണ് തീരുമാനിക്കാൻ? ആഹാ, എന്തായാലേ ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്നൊക്കെ പറഞ്ഞത് എന്തൊരു ഭംഗി, എന്തൊരു മുഖത്ത് എന്തൊരു ഐശ്വര്യം അല്ലേ, എന്ത് രസമാണ് ആ കാണാൻ, ആ പള്ളിക്കകത്തോടെ ഹിജാബൊക്കെ ഇട്ട് നടക്കുന്നത്. ഷേ, കണ്ടപ്പോൾ ശരിക്കും നമ്മൾ കണ്ണെടുക്കാണ്ട് എന്ത് ഭംഗിയിലല്ല അവർ ചെയ്തത്, ഇല്ല എന്ത് രസമാണ് കാണാൻ. പക്ഷെ ഒരു എന്തൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഭാരത സ്ത്രീ ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല കേട്ടത്. ഭാരത സ്ത്രീ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധിയും മറ്റേ എന്താ പറയുക വസ്ത്രശുദ്ധിയൊക്കെ കണ്ട് മറന്നു പോവുക നിങ്ങൾ. ഈ സംഖ്യകളായി ഞങ്ങൾക്ക്, അതായത് ഞങ്ങൾക്ക് ഇങ്ങനെ ഭാരതത്തിന് ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ഞങ്ങൾക്ക് എത്ര വിഷമമുണ്ടെന്ന് അറിയും. ഞങ്ങൾക്ക് ഭാരതത്തോടുള്ള സ്നേഹം മൂത്തിട്ടെ ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അയ്യൊക്കെ കൂടെ ഉണ്ടല്ലോ അവിടെയൊക്കെ പോയിട്ട് മാതിരിയുടെ പരിപാടിക്ക് നിൽക്കുന്നത്. അനക്ക് അറ്റ്ലീസ്റ്റ് ഒരു കാവിക്കോണകളുള്ള മറ്റേ ജഡ്ഡിയോ ബ്രേസറോട്ട് നീ വല്ല ഡാൻസ് ചെയ്തോ, അങ്ങനെയൊക്കെ ചെയ്താൽ പോരെ. നീ ഇതിനെ അവിടെ പോയിട്ട് പർദ്ദയൊക്കെ ഇട്ട് വരുന്നത്. ഇതിപ്പോൾ നല്ല രസം അല്ലേ? ദീപികനെ ആലോചിക്കുന്നുണ്ടാവും. അന്ന് ജഡ്ഡി ഇട്ട് അല്ലെങ്കിൽ ബ്രാട്ട് എന്നും പറഞ്ഞിട്ടായിരുന്നു സംഖ്യകൾ മേലെ കയറിയിന്. ഇന്നിപ്പോൾ ഞാൻ മൊത്തം ഡ്രസ്സ് ജഡ്ഡിയല്ലോ ബ്രായില്ലോ ഒന്നുമില്ല, നല്ല കംപ്ലീറ്റ് മറച്ച് നല്ല ഹിജാബൊക്കെ കെട്ടി നല്ല പർദ്ദയൊക്കെ ഇട്ട് നടന്നപ്പോഴും ഇവന്മാർക്ക് ചോറി. ഇതെന്ത് പരിപാടിയാണ്? ഒന്നുകിൽ നിങ്ങൾ ഇടാൻ സമ്മതിക്കുക അല്ലെങ്കിൽ ഇടാതിരിക്കാൻ സമ്മതിക്കുക. ഇത് രണ്ടും അല്ലാതെ എന്ത് ചെയ്തു കഴിഞ്ഞാലും പിന്നാലെ വരാൻ ഇതൊക്കെ വേറെ ഒരു പണിയില്ല സംഖ്യകളെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്താണ് ഈ സംഖ്യകളോട് പല ദിവസം ഉപന്മാർ ഇങ്ങനത്തെ എന്തെങ്കിലും കൊരിഷ്ടം ഒപ്പിക്കുന്നത്. നിങ്ങൾ ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോനൊക്കെ താഴെ നിങ്ങൾ എപ്പോഴും എന്താണ് ഈ സംഖ്യകളെ കുറ്റം പറഞ്ഞ സംഖ്യകൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഈ തലച്ചോറില്ലാത്ത കളി കളിക്കുന്നത്. ഈ ചാണകക്കളികൾ എന്തെങ്കിലുമൊക്കെ ഇവന്മാർ ഇങ്ങനെ ഇട്ട് തരും. നമുക്ക് ഡെയിലി ഇവന്മാരെ ഊക്കാനായിട്ടുള്ള സാധനങ്ങൾ ഇട്ട് തരും. പണ്ട് ദീപിക 10 മൂവിക്ക് കാവിക്കോണകത്തിൻ്റെ കോണകം കിട്ടി, കാവിക്കളർ കോണകം കിട്ടിയെന്നും പറഞ്ഞിട്ടായിരുന്നു ഇവന്മാർക്ക് ചൊറിച്ചിൽ. എന്നിട്ട് അങ്ങ് ഓർമ്മയുണ്ട് അന്ന് എന്തൊക്കെ ആയിരുന്നു, എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു. ഷാറുഖ് ഖാനെതിരെ പ്രശ്നം, ഫിലിമിനെതിരെ പ്രശ്നം, ഞങ്ങളുടെ ഭാരതാംബയുടെ കയ്യിൽ വെച്ചിട്ടുള്ള എന്താണ് ആ മറ്റേ സാധനം ഉണ്ടല്ലോ, ആ കൊടിയുടെ കളറുള്ള സംഭവം വെച്ചിട്ടാണോ ജഡ്ഡി എടുപ്പിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. ഇതേപോലത്തെ ജഡ്ഡിട്ടിന് സന്യാസിമാരൊക്കെ നടക്കുന്നത്. സന്യാസിമാർ ജഡ്ഡിട്ട് നടക്കുക മാത്രമല്ല അതുമ്പോൾ തൊട്ടിട്ട് ആൾക്കാർ വന്നിക്കുന്നവരെയുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ദീപിക ആ ഒരു കളർ ജഡ്ഡിട്ടപ്പോഴേക്കും അങ്ങോട്ട് കുത്തി സംഖ്യക്ക് എന്തോ ഒരു കുത്തല്. ആ കുത്തൽ വേറെ പല കാരണങ്ങളും ഉണ്ട്. പത്മാവത് മൂവിയുടെ ഒക്കെ സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ദീപിക പണ്ടേ പറഞ്ഞതാണ് ഞാൻ എന്തിടണം ഏതിടണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്, അത് ദീപികയുടെ ചോയ്സാണ്. മൈ ബോഡി മൈ മൈൻഡ് മൈ ചോയ്സ്. അപ്പോൾ ആ ചോയ്സ് ദീപിക തീരുമാനിക്കും. അത് വേറെ നിങ്ങളാരും സുഖിപ്പിക്കാനല്ല അവർ ഡ്രസ്സ് ഇടുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞ അന്ന് മുതൽ തുടങ്ങിയ കടിയാണ് നമ്മുടെ സംഘക്കടി എന്ന് പറയും. ഈ സംഘക്കടി മൂത്ത് ഇവന്മാർ ഒരു ഉളുപ്പൂലാണ്ട് ഇങ്ങനത്തെ പരിപാടി. ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ UAE ടൂറിസം, അബുദാബി ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്തിട്ട് നമ്മുടെ രൺവീറും പിന്നെ ദീപികയും കൂടെ അവിടുത്തെ നമ്മുടെ ഷെയ്ഖ് സായിദ് മോസ്കിൻ്റെ അകത്തും അതുപോലെ അവിടുത്തെ മറ്റുള്ള കുറേ സ്ഥലങ്ങളിൽ നടക്കുന്ന ഫോട്ടോസും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ഭയങ്കര ഹിറ്റായിട്ടുണ്ട് ആ വീഡിയോ കേട്ടോ. കുറഞ്ഞ് 2-3-4-5 ദിവസം കൊണ്ട് 10 മില്യണൊക്കെ വ്യൂസൊക്കെ പോയിട്ടുണ്ട് അതിൻ്റെ ഇപ്പം തന്നെ. അത്രയും ഹിറ്റായി നിൽക്കുന്ന ഒരു വീഡിയോയിൽ ഒരു ഭാരത സ്ത്രീ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെയാണ് നടക്കുക എന്നാണ് ഈ സംഘപരിവാണങ്ങളെ ചോദിച്ചത്. ഈ വാണങ്ങളോട് എനിക്കും ചോദിക്കാനുള്ളത്, ഈ പറഞ്ഞ അബുദാബിയിൽ ലോകത്തെ തന്നെ ഇന്ത്യ കഴിഞ്ഞ ഏറ്റവും വലിയ ക്ഷേത്രം ഉണ്ടാക്കി അതിനുള്ള സ്ഥലവും കൊടുത്ത് അതിനുള്ള മറ്റ് പല സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ട് അബുദാബിയിലാണ് ക്ഷേത്രം ഉണ്ടാക്കി. അന്ന് നമ്മുടെ മോദിജി കെട്ടും കിടക്കും എടുത്ത് പോയിരുന്നു അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്യാൻ. അന്ന് എന്തോ ഒരു മതസൗഹാർദ്ദമായിരുന്നു. എൻ്റെ അമ്മേ, ഷെയ്ഖിനെ കെട്ടിപ്പിടിക്കുന്നു, അവിടെ പിടിക്കുന്നു, ഇവിടെ പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഇതാ UAE ഇതാ സ്ഥലം തന്നിട്ട് ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രം നിർമ്മിക്കുന്നു. ഓ അടിപൊളി. അന്ന് സംഖ്യകളെല്ലാവരും കൂടെ കണ്ണ് നിറഞ്ഞു പോയതാ. ആ പെരട്ട സംഖ്യകളാണ് ഇന്ന് ഇവിടെ കിടന്ന് കൊണ ഉണയ്ക്കുന്നത്. ഈ പറഞ്ഞ UAE അല്ലെ അബുദാബിയിൽ അല്ലെങ്കിൽ ദുബായിൽ അജ്മാനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ക്ഷേത്രങ്ങളുണ്ട്. നല്ല നല്ല വൃത്തിയായിട്ട് കുറേ വർഷങ്ങളായിട്ട് ക്ഷേത്രങ്ങളുണ്ട്. അവിടെ മാത്രമല്ല, ഒമാനിലുണ്ട് ക്ഷേത്രം, ബഹ്റൈനിലുണ്ട് ക്ഷേത്രം. ഇവിടെയൊക്കെ ക്ഷേത്രങ്ങളുണ്ട്. ഇസ്ലാം രാജ്യങ്ങളാണ്. ഇവിടെയൊക്കെ ക്ഷേത്രങ്ങളും സ്ഥലവും കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ആൾക്കാർ പോയിട്ട് പൂജയും കാര്യമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും ഒരു നടി പോയിട്ട് ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് തലയിൽ കൂടി ഒരു ഹിജാബ് ഇട്ടപ്പോൾ നിൻ്റെ കണ്ടിക്ക് ഉറപ്പ് പോയടാ. നിനക്കൊക്കെ എന്ത് പേടിയടാ നിനക്കൊക്കെ. ഒരു ഹിന്ദു സ്ത്രീ അല്ലെങ്കിൽ ഹിന്ദു ഒന്നൊന്നല്ല, ഇന്ത്യയിൽ എത്ര മൂവീസ് ഇറങ്ങുന്നടാ ഈ ഹിന്ദുക്കൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഡ്രസ്സ് ഇട്ടതും അല്ലെങ്കിൽ മുസ്ലിം നടിമാർ ഹിന്ദുക്കളെ ഡ്രസ്സ് ഇട്ടിട്ടും ഇതിനൊക്കെ അഭിപ്രായവും അവകാശം പറയാൻ നിനക്കൊക്കെ എന്ത് അവകാശമാണ് ആ പരട്ട സംഖ്യയുള്ളത്? മൊച്ച സംഖ്യകളെ നിങ്ങളോട് ചോദിച്ചു നോക്കട്ടെ, നിങ്ങൾ ആരാണ് തീരുമാനിക്കാൻ? ഒരു ഹിന്ദു പെണ്ണ്
മുസ്ലിം ഡ്രസ്സ് ഇടണോ, അല്ലെങ്കിൽ മുസ്ലിം പെണ്ണ് ഹിന്ദു ഡ്രസ്സ് ഇടണോ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിമിൻ്റെ ഹിന്ദുവിൻ്റെ ഡ്രസ്സ് ഇടണോ, തോന്നിയിടും. നിങ്ങളൊക്കെ എന്ത് ചെയ്യും? നീയൊക്കെ കൂടുന്ന് ഇമാതിരി സോഷ്യൽ മീഡിയയിലും ബാക്കിയുള്ള സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ കോണയ്ക്കും കുറേ. പിന്നെ സെൻസർ ബോർഡിന് പോയിട്ട് മറ്റോടത്ത് പോയിട്ട് ഫിലിമൊക്കെ ഇറങ്ങുമ്പോൾ അവിടെ പോയിട്ട് നിൻ്റെയൊക്കെ വൃത്തികെട്ട രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തെ സെൻസർ ബോർഡിലും നമ്മുടെ രാജ്യത്തെ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് നിങ്ങൾ എടുത്തോ, ആവിഷ്കാര സ്വാതന്ത്ര്യം നിങ്ങൾ ഇട്ടോ, അവിടെ ഒക്കെ പോയിട്ട് നിന്നെ പോലത്തെ ഈ കൊത്തളങ്ങ പുഴുക്കളുണ്ടല്ലോ, സംഖ്യകളെ കൊടുത്തിട്ട് ഇമാതിരി കൊത്തളങ്ങ പുഴുക്കൾ കയറിയിട്ട് അവിടെയൊക്കെ നാറിയിട്ട് രാജ്യത്തിനെ ബാക്കിയുള്ള ലോകത്തിൻ്റെ മുമ്പിൽ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനിച്ച വെറും നികൃഷ്ട ജന്തുക്കളാണ് ഈ സംഖ്യകൾ. BJP-കാരല്ല, പരമസംഖ്യകളെ കാര്യം ഞാൻ പറയുന്നത്. നല്ല അടിപൊളി വീഡിയോ ഇട്ട്, അത് വീഡിയോ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് നല്ല രസമാണ്. അവിടെ നിന്ന് അവർ ചെയ്ത ആ വീഡിയോയുടെ ഫുൾ വേർഷനാണ് ഈ സൈഡിൽ കൂടെ പോകുന്നത്. നല്ല വീഡിയോ ചെയ്തത്. ഇവനൊക്കെ കൂടെ പത്താൻ മൂവിക്ക് കാവിക്കോണകം ഇല്ല, കാവിക്കളസ കോണകെട്ടെന്നും പറഞ്ഞിട്ട് അന്ന് കുറേ ഉണ്ടാക്കി ഒലിപ്പീര് മറ്റേ സാധനങ്ങൾ. എന്നിട്ട് ഈ വക സാധനങ്ങൾ ഇവന്മാർ ഭയങ്കര പ്രൊമോഷനാണ്. ചാലിസകൾ പറഞ്ഞിട്ട്, അതല്ലെങ്കിൽ കാവടി യാത്ര എന്ന് പറയും, കാവടി യാത്ര എന്താ, കാവടി ഓട്ടം എന്തൊരു സംഭവം ഉണ്ടല്ലോ, അതിനൊക്കെ ഇങ്ങനത്തെ എന്ത് ഉള്ളിപ്പില്ലാത്ത പരിപാടിയും കാണിക്കും. എത്ര ചെറ്റത്തരം കാണിക്കും. അപ്പം കാവിക്കോണ കെട്ടാലും കുഴപ്പമില്ല, നിങ്ങൾ കാവിക്കോണ കെട്ടത് ഊരി ഇവന്മാരൊക്കെ മുമ്പ് കൂടെ നടന്നാലും ഇവന്മാർ കൈയടിക്കും. അതിനൊന്നും പ്രശ്നമല്ല. ഒരു നടി ഒരു പ്രൊമോഷൻ്റെ ഭാഗമായി ഇട്ട് കഴിഞ്ഞാൽ അത് UAE പോലത്തെ സംഖ്യകൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഇന്ത്യ കഴിഞ്ഞാലേ സംഖ്യകൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത് കുടുംബം പോറ്റുന്ന സുഖമായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് UAE. അവിടെ പോയിട്ട് എല്ലാ രീതിയിലും എല്ലാ സപ്പോർട്ടുള്ള സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ചെയ്തതിന് നിൻ്റെയൊക്കെ അണ്ണാക്ക് കുത്തുന്നുണ്ടെങ്കിൽ നീയൊക്കെ ഉണ്ടല്ലോ ചത്ത് പോണതാണ് നല്ലത്. സംഖ്യ നീയൊക്കെ ചത്ത് പോകണമെന്നല്ല. ഇമ്മാതിരി സംഭവങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ നീയൊന്നും ഈ ഭൂമിയിൽ ജീവിക്കാൻ നിനക്കൊന്നും ഒരു അധികാരവും ഇല്ലടാ. കുറച്ചൊക്കെ ഒരു ഉളുപ്പ് വേണ്ട ചങ്ങായിമാരെ. കുറച്ചൊക്കെ ദിവസവും ഇങ്ങനെ ബാക്കിയുള്ള ആൾക്കാരെ ഒരു പരിഹാസ കഥാപാത്രമായിട്ട് വെറും ചാണകപ്പുഴയുടെ വില മാത്രം തരാൻ വേണ്ടിയിട്ടല്ല നീയൊക്കെ ജീവിക്കുന്നത്. പോയി തൂകി ചാവ് സംഖ്യ പോ.